കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവര് വലിയ പ്രക്ഷോഭമൊക്കെ നടത്താൻ ഒരുങ്ങിയതാണ്. ആ പ്രക്ഷോഭം നടത്തുന്നതിൽ നിന്ന് പിന്നീട് പിൻവാങ്ങേണ്ടി വരുന്നു. ഇവരുടെ ഫണ്ടിങ് വെളിയിൽ നിന്നാണെന്ന് വരുന്നുണ്ട്. ഒരു വിഭാഗം പറയുന്നു, ഓ ഇനിയിപ്പോ ഒരു മോദി സർക്കാർ പറയും അത് സോറോസിന്റെ ഫണ്ടല്ലേ എന്നൊരു ആക്ഷേപം ഉന്നയിക്കുമെന്ന് പറയുന്നുണ്ട്. ഗവൺമെന്റ് ആണെങ്കിൽ വളരെ കൃത്യമായ നടപടി എടുക്കുന്നുണ്ട്. സത്യത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് എന്തായി തീരും? ബി.ജെ.പിക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത് മാറുമോ? ഇത് പാർട്ടി എന്നുള്ളത് പേരിൽ മാത്രമേ ഉള്ളൂ. അത് പാർട്ടി ഒന്നുമല്ല. അവരുടെ പാർട്ടി എന്ന് CJP എഴുതി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത് പാർട്ടി ഒന്നും ഇല്ലത്. പാർട്ടിയുടെ ഒരു കൂട്ടായ്മയാണ്. ഒരു വെറും കൂട്ടായ്മയാണ്. ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൂട്ടായ്മ അല്ലേ? ഇൻസ്റ്റയിൽ വന്നൊരു കൂട്ടായ്മ എന്നുള്ളത് മാത്രമേ ഉള്ളത്. പക്ഷേ അവർക്കിത് കൂട്ടായ്മയ്ക്ക് ഇത്രയും ബലം കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള അവരുടെ വ്യവസ്ഥയാണ്. അവരുടെ വ്യവസ്ഥയിൽ എന്താണ്? നിങ്ങൾക്ക്, എനിക്കോ പ്രജിതയ്ക്കോ ഇതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 11 മണിക്കൂറെങ്കിലും ഇതിനകത്തില് ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 11 മണിക്കൂറോളം ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ നിരന്തരം ചിലച്ചുകൊണ്ടിരിക്കണമെന്നാണ് അവർ പറയുന്നത്. ഇതിനകത്ത് ഫോണിനകത്ത് ചിലയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലുമൊക്കെ കമന്റ്സുകളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാല് ഒരു ദിവസം 24 മണിക്കൂറിൽ നമ്മൾ ഉറങ്ങുന്ന സമയങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 3/4 സമയവും ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കണം. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കണം. അങ്ങനെയാണ് നമ്മളെ കുറിച്ച്, അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉള്ളൂ.